എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ. സതിയമ്മയെ കാണുന്നത് പോലെ ശ്രുതി എന്നെയും കാണണം. ഇപ്പോഴത്തെ മാത്രം കാര്യമല്ല, എന്നും അങ്ങനെയായിരിക്കണം. ഹരിപ്രസാദ് പൊതുവെ അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനാ. പണ്ടേ അവനങ്ങനാ. വന്നു കയറുന്ന പെൺകുട്ടിയും മിണ്ടാപ്പൂച്ചയായ വീട്ടിൽ പിന്നെ മൗനവ്രതമായിരിക്കും. ശ്രുതി ആളൊരു കിലുക്കാമ്പെട്ടിയാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. 2-3 തവണ കണ്ടിട്ട് അതൊട്ട് തോന്നിയില്ല താനും. അല്ല, മനഃപൂർവ്വം ഒരു അകലമിടുന്നതാണോ? അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, 1-2 വാക്കിൽ ഉത്തരം. രണ്ടുപേരും അടുക്കളയിലോട്ട് പോയിട്ട് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കൊള്ളാം കൊള്ളാം. എന്തായാലും മരുമോളുടെ കൈ കൊണ്ട് നല്ല ചായ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. എന്നാലേ ഈ ചായ ഞാൻ ഇട്ടതാ. ആണോ? അതാ എന്തോ ഒരു രുചിക്കുറവ് പോലെ. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വീണ്ടെടുത്ത് കിടന്ന് ഉരുളണ്ട. സമ്മതിച്ചു സുല്ല്. ഞാൻ മോളോട് ചോദിക്കായിരുന്നു, എന്താ ആകെ ഒരു മൗനമെന്ന്. കല്യാണ നിശ്ചയത്തിന്റെ കാര്യത്തിൽ ശ്രുതി ഒരഭിപ്രായം പറഞ്ഞില്ലല്ലോ. രേണു വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചാ ശ്രുതിയാണോ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത്? എടി, നിനക്ക് ഈ ആഴ്ചയിലും വിവരം വന്നില്ലേ? എന്നാലും അറിയാനുള്ളത് ചോദിച്ചറിയണ്ടേ? രേണുക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഇവിടുത്തെ വിവരങ്ങളെല്ലാം സതിയമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ മാത്രം ഒന്നും അറിയേണ്ടെന്ന് നമ്മളും പറഞ്ഞു. പിന്നെ ഹരി, അത് ഏറെക്കുറെ ശ്രുതിക്ക് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറെക്കുറെ എന്ന് ഞാൻ പറഞ്ഞത് മോക്ക് വ്യക്തമായി കാണുമല്ലോ. അവന്റെ ജീവിതത്തിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോയൊരു അടുപ്പത്തിന്റെ കാര്യമാണ്. അതൊക്കെ ഇനി എന്തിനാ പറയുന്നത്? പറയണം. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ടവരാണ് ഹരിയും ശ്രുതിയും. എല്ലാം തമ്മിൽ അറിഞ്ഞിരിക്കണം. അച്യുതേട്ടൻ അത്യാവശ്യം വിവരങ്ങളൊക്കെ സതിയമ്മയോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളായിട്ട് ശ്രുതിയോട് സംസാരിക്കുന്നതിൽ അപാകത എന്താണ്? ഒരു കാര്യം കൂടി മോളെ അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒരുപക്ഷെ ശ്രുതി കേട്ട് കാണും. എന്നാലും പറയാം. ഹരിയും നന്ദനയും തമ്മിലുള്ള കല്യാണം ഒരിക്കൽ ഉറപ്പിച്ചതാണ്. മോക്കത് അറിയാവുന്നേ. ഞാനിപ്പോ പറഞ്ഞത് അത്രയും അറിയാമായിരിക്കാം. അതിന്റെ ബാക്കിയുണ്ടല്ലോ. ആലോചിച്ചുറപ്പിച്ച കല്യാണം നടക്കാതിരുന്നത് എന്തുകൊണ്ട്? അതിനൊരു കാരണമില്ലേ? 2 വീട്ടുകാരും കൂടി ആലോചിച്ചുറപ്പിച്ച കല്യാണമായിരുന്നു മോളെ. അതിനു മുമ്പ് ഹരിക്കും നന്ദനയ്ക്കും തമ്മിൽ അറിയാമായിരുന്നു. എന്നാലും വിവാഹം ഉറപ്പിച്ചത് നമ്മളല്ലേ. അന്ന് നന്ദനയുടെ അച്ഛനും ഉണ്ടായിരുന്നു, ശിവരാമേട്ടൻ. എന്താന്നറിയില്ല, ആ കുട്ടിയുടെ വളർത്തമ്മയ്ക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. എന്തായാലും കല്യാണം ഉറപ്പിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പക്ഷേ മുഹൂർത്തമായപ്പോ ഈ കല്യാണം നടക്കില്ല. എല്ലാവരെയും കേൾക്കാൻ വേണ്ടി പറയുക, ഇതൊരു ചതിക്കല്യാണമാണ്. വലിയ മാന്യനും ആദർശക്കാരനുമായി ഈ നിൽക്കുന്ന ശിവരാമൻ ഞങ്ങളുടെ കുടുംബത്തെ ചതിക്കാനാണ് നോക്കിയത്. അതുകൊണ്ട് ഹരിപ്രസാദ് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുക. ഞങ്ങളുടെ പയ്യൻ ഈ പെണ്ണിനെ വേണ്ട. നീ കെട്ടുവോ?
തലയ്ക്ക് സുഖമില്ലാത്ത ഈ പെണ്ണിനെ നീ കല്യാണം കഴിക്കുമെന്ന്. എന്റെ ഒരു എടുത്തിയാട്ടം കൊണ്ട് കൂടിയായിരിക്കും എന്തായാലും കല്യാണം മുടങ്ങി. അത് നന്നായിന്നാ എനിക്ക് തോന്നുന്നേ. ആ പെണ്ണുമായിട്ടുള്ള ബന്ധം ചിലപ്പോ ശരിയാവില്ലെന്ന് കണ്ടിട്ട് ഈശ്വരനായിട്ട് ഹരിയെ രക്ഷിച്ചതായിരിക്കും. മോളോട് ഞാൻ മറച്ചു വെക്കുന്നില്ല, അതിന്റെ മനപ്രയാസം കുറെ നാൾ ഹരിക്കുണ്ടായിരുന്നു. നന്ദന പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയി, അവളുടെ കല്യാണവും കഴിഞ്ഞു. എന്നിട്ടും ഹരി മറ്റൊരു കല്യാണത്തിന് കൂട്ടാക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി പറഞ്ഞു നോക്കി. ഒടുവി ഇപ്പോഴാ അവന്റെ മനസ്സൊന്ന് മാറിയത്. ഉള്ളത് പറയാലോ, മോളെ കണ്ടതാ അതിനുള്ള കാരണമെന്നാ ഞങ്ങളുടെ വിശ്വാസം. മാഷ് അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞോ? ശ്രുതി എന്താ അങ്ങനെ ചോദിച്ചത്? അവന്റെ സ്വഭാവം ഈ കുട്ടി മനസ്സിലാക്കിയിരിക്കണം, അതുകൊണ്ട് ചോദിച്ചതാ രേണുകെ. ഹരി ഒന്നും വിട്ടു പറഞ്ഞില്ല മോളെ, പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ മോനല്ലേ അവൻ. അതിരിക്കട്ടെ, ഹരി എന്താ മോളോട് പറഞ്ഞത്? പറഞ്ഞോളൂ. എല്ലാം അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാ മാഷ് പറഞ്ഞത്. വേറൊന്നും എന്നോട് പറഞ്ഞില്ല. മതി, ഞങ്ങൾക്ക് ഇത്രയും കേട്ടാ മതി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? സാദിയമ്മയോട് ഫോണിൽ സംസാരിക്കാം. ആ, അത് മതി. ശ്രുതി മോളെ, അതെ, കല്യാണ നിശ്ചയത്തിന്റെ കാര്യം മാഷിനോട് പറഞ്ഞോ? ഇല്ല. അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. ആ, ഒരു കാര്യം ചെയ്യാം, ശ്രുതി തന്നെ അവനോട് ഇക്കാര്യം പറയേ. അയ്യോ, അത് വേണ്ട. അതിനെന്താ? വേണ്ടാട്ടോ, അത് ശരിയാവില്ല. ആ, ശരിയാ മോളെ, അതല്ല അതിന്റെ ഒരു പ്രൊസീജിയർ. ഓരോന്നിനും ഓരോ രീതികളുണ്ട്. ആ മോളെ, എന്നാ പിന്നെ ആ, വരട്ടെ മോളെ. ശ്രുതിയുടെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട്. എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. അത് നിന്റെ തോന്നൽ മാത്രമാ രേണുകെ. ഒരു പെൺകുട്ടിയല്ലേ, അതിന്റെ മനസ്സിലുള്ളത് ഊഹിച്ചെടുക്കാൻ ഒരു അമ്മയായി എനിക്ക് കഴിയും. എന്നാ പിന്നെ ആ വിഷമത്തിന്റെ കാരണം കൂടി ഊഹിച്ചെടുക്ക്. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിചാരമാണോന്നാ എന്റെ സംശയം. ആ, ഞാനൊരു സാധ്യത കാണുന്നുണ്ട്. അമ്മയും രണ്ട് മക്കളും മാത്രമായിട്ടല്ലേ ഇത്രയും കാലം അവിടെ താമസിച്ചിരുന്നത്. സതിയമ്മയും സജീവനെയും വിട്ടുപോകുന്ന ഓർത്തുള്ള സങ്കടമായിരിക്കും ശ്രുതിക്ക്. ഓ, അവള് ബാംഗ്ലൂരിലൊക്കെ പോയി ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചതല്ലേ. അന്ന് സതിയമ്മയിൽ നിന്നും അകലെയായിരുന്നില്ലേ? അത് പഠിക്കാൻ പോയതല്ലേ. 2-3 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്നും അറിയാം. അതുപോലാണോ കല്യാണം? എന്നേക്കുമായി സ്വന്തം വീട്ടിൽ നിന്ന് വിട്ടുപോവുകയല്ലേ. അതിന്റെ വിഷമമായിരിക്കും ശ്രുതിക്ക്. ആ,
ആ അത് പറഞ്ഞപ്പോഴാ ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. എന്തോന്നാ? കല്യാണം കഴിഞ്ഞ് ഹരി ശ്രുതിയും കൊണ്ട് നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്? അതെന്ത് ചോദ്യമാരേണുകെ? അവൻ പിന്നെ ഭാര്യയും കൊണ്ട് തമിഴ്നാട്ടിലേക്കാണോ പോകേണ്ടത്? ഞാൻ പറയുന്നതൊന്ന് മുഴുവൻ കേക്ക്. ഹരിക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റമായിട്ട് അധികം നാളായില്ല. ഈ സ്ഥലത്ത് തന്നെ കുറച്ചു കാലം ജോലി നോക്കേണ്ടിയും വരും. ശ്രുതിയെ നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഹരി ഇവിടെ താമസിക്കാന്ന് പറയുമ്പോ അതുള്ളതാണല്ലോ. അതൊക്കെ പിന്നീട് ആലോചിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ആദ്യം ഈ കല്യാണം നടക്കട്ടെ, ബാക്കിയല്ല അത് കഴിഞ്ഞിട്ട്. എന്റെ മനസ്സില് ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞൊരു ചിന്തയില്ല. വിവാഹത്തിന് തയ്യാറല്ലാത്ത മനസ്സല്ലേ മാഷിന്റെ പ്രശ്നം. എന്നെങ്കിലും ആ മനസ്സ് പച്ചക്കൊടി കാണിക്കാതിരിക്കില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ കാണും. ശ്രുതി, ദാ കഴിക്കാൻ എടുത്തു വെച്ചു, വാ. നീ ഒറ്റയ്ക്ക് എവിടെ പോയിരിക്കായിരുന്നു ശ്രുതി? ഞാൻ വെറുതെ കഴിക്കാനിരിക്കെ. കുറച്ച് കഴിയട്ടെ അമ്മേ. സജീവട്ടൻ ഇതുവരെ വന്നില്ലേ? ഇല്ല, ചിലപ്പോ ഇനി രാവിലെ വരൂ. വേണമെങ്കിൽ ആശുപത്രിയിൽ ഇന്ന് രാത്രി നിൽക്കാൻ സജീവനോട് ഞാൻ പറഞ്ഞിട്ടാ പോന്നത്. ഒരു സഹായത്തിന് അവിടെ മറ്റാരുമില്ല. അത്രയ്ക്ക് കൂടുതലാണോ അമ്മായിക്ക്? ആ, ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളുടെ കൂടെ എനിക്കും വരായിരുന്നു ആശുപത്രിയിൽ. 2 ദിവസം കഴിയട്ടെ, പോവാ. അതെ, മാഷിനെ കണ്ടില്ലല്ലോ അമ്മേ. ഇത്രയും താമസിക്കുന്നതല്ല. ശരിയാണല്ലോ. അമ്മ മുമ്പേ വിളിച്ചെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഓഫീസിൽ നിന്ന് ഹരി മറ്റു വല്ലയിടത്തും പോകുന്നു പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. ഒന്നൂടൊന്ന് നോക്കാം. ബെല്ലുണ്ട്, എടുക്കുന്നില്ല. ഇതെന്തു പറ്റി? വരാൻ താമസിക്കുന്ന ദിവസം വിളിച്ചു പറയുന്നതാണല്ലോ.
ഇനി അച്ഛനും അമ്മയും വന്നിട്ട് അവരുടെ കൂടെ നാട്ടിലോ മറ്റോ പോയോ? നമ്മളോട് പറയാതെയോ? അങ്ങനെയൊന്നും പോവില്ല. എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം. അമ്മ ആരെയും വിളിക്കാൻ പോകുന്നേ? രേണുകേ. ഫോൺ എടുത്ത ഉടനെ മാഷ് അവിടെ ഉണ്ടോന്ന് ചോദിക്കല്ലേ? ഒരുപക്ഷെ ഇല്ലെങ്കിൽ അവർ വിഷമിക്കും. ഹലോ, സതിയമ്മയാ രേണുകേ. ആ ആശുപത്രി പോയിട്ട് എപ്പോ വന്നു? വൈകുന്നേരമായി. അയ്യോ, എങ്ങനുണ്ട് നാത്തൂന്? കൂടുതലാ. എന്തു പറയാനാ? ആ, ഞാൻ വന്നപ്പോഴേ ശ്രുതി പറഞ്ഞു വിരുന്നുകാര് വന്ന കാര്യം. ഇന്ന് നിങ്ങൾ വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഊണ് പോലും തരാൻ പറ്റിയില്ല. അതിനൊക്കെ ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ സതിയമ്മേ? ഞങ്ങള് വന്നത് എന്തിനാണെന്ന് മോള് പറഞ്ഞില്ലേ? പറഞ്ഞു. അല്ലെങ്കിലും കല്യാണ നിശ്ചയം ഒരു ചടങ്ങായിട്ട് നടത്തണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ അതിനൊരു നിമിത്തവും ഒത്തുവന്നു. ചോദിക്ക്. പിന്നെ ഹരിപ്രസാദിനോട് നിശ്ചയത്തിന്റെ കാര്യം സൂചിപ്പിച്ചോ സതിയമ്മേ? ഇല്ല. അവിടുന്ന് ആരെങ്കിലും പറഞ്ഞോ ഹരിയോട്? പറഞ്ഞിട്ടില്ല. ആ ജോലി അച്ഛനെ ഏൽപ്പിച്ചു. ഞാൻ കരുതി ഇനി ആ കാര്യം സംസാരിക്കാനായി ഹരിയെ നാട്ടിലേക്ക് വിളിപ്പിച്ചു കാണുമെന്ന്. ഇല്ല, അടുത്ത ആഴ്ച അവധിക്ക് വരുമ്പോ പറയാമെന്ന് വിചാരിച്ചിരിക്കുക. അത്താഴമൊക്കെ കഴിഞ്ഞോ രേണുകെ? കഴിക്കാറാവുന്നതേ ഉള്ളൂ. ആ, എന്നാ ശരി. ശരി. മാഷോടെ ചെന്നില്ലേ അമ്മേ? ഇല്ല. ആ, ഹരിയാ. ഹലോ. ഹലോ. ആ, കേക്കാം. ഞങ്ങളിവിടെ പറഞ്ഞതേ ഉള്ളൂ ഹരിയുടെ കാര്യം. എന്താ വരാൻ താമസിക്കുന്നതെന്ന്. ആന്റി, ഞാൻ രാവിലെ എത്തുള്ളൂ. രാവിലെയോ? അതെന്താ? അത് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം വരെ ഒന്ന് വരേണ്ടി വന്നു. തിരുവനന്തപുരത്തോ? അതെ, പെട്ടെന്ന് പോന്നതാ. തിരക്കിനിടയിൽ വിളിച്ചറിയിക്കാനും പറ്റിയില്ല. പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോകാൻ എന്തെങ്കിലും കുഴപ്പമോ മറ്റോ ആണോ ഹരി? ഒന്നുമല്ല, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പുതിയ മിനിസ്റ്ററെ കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ശരി, വെക്കുകയാണേ. രാവിലെ ഇങ്ങ് വരുവോ? ഹലോ. ശോ, കട്ടായി. തിരുവനന്തപുരത്ത് പോയതാണെന്നോ? എന്നാ പറഞ്ഞത്. ജോലിയുമായി ബന്ധപ്പെട്ട് എന്താ ഇത്ര അത്യാവശ്യം? മഴ പെയ്യുന്ന സമയം നോക്കി കപ്പ നട്ടതാ. ഇനി വെള്ളം നനയ്ക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഈ കൊല്ലം ഇടവപ്പാതി പറ്റിച്ചു. തുലാവർഷം ചതിക്കുന്ന മട്ട. ഇടിവെട്ടി മഴ പെയ്യേണ്ട സമയാ. ഇനി എന്ത് ചെയ്യാനാ? ഓ, കോള് കൊള്ളുന്നല്ലാതെ പെയ്യണില്ല. നല്ല രണ്ട് മഴ കെട്ടിയിട്ട് വേണം വളവിട്ടു കൊടുക്കാൻ. രേണുകേ, ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞാൻ വീട്ടിലൊക്കെ നോക്കി. റബ്ബർ തോട്ടത്തിലെ കാട് വെട്ടി തളിക്കണ്ടേ അച്ചോട്ടാ? എന്നാ കാര്യത്തിനാടു? റബ്ബറൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. കഴിഞ്ഞ ആഴ്ച 15 കിലോ ഷീറ്റ് കൊണ്ടുപോയിട്ട് കച്ചവടം നടന്നില്ല. പായ്ക്കരയുടെ കടയെ കൊണ്ടുവച്ചിരിക്കുക. ആ രേണുകേ, ഹരിപ്രസാദ് നിന്നെ വിളിച്ചിരുന്നു. എപ്പോ? ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെയോ നിന്നെ വിളിച്ചിരുന്നോ നിന്റെ മോൻ? ഇല്ല. വിശേഷിച്ച് എന്താ അച്ചോട്ടാ? ആ, നീ വാ, പറയാം. എന്തു പറ്റി അച്ചോട്ടാ? അവൻ വിളിച്ചോന്ന് ചോദിച്ചത് എന്തിനാ? കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കാതിരിക്കേ. എന്നാ ഒരു ചെറിയ കുഴപ്പമുണ്ടോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല. ഒരു കണക്കിന് നീ പറമ്പിലേക്ക് പോകുന്നത് നന്നായി. പ്രഭാകരൻ കേൾക്കാതെ സംസാരിക്കാമല്ലോ. അച്ചോട്ടൻ കാര്യം എന്താന്ന് വെച്ചാ പറ. ഹരിപ്രസാദ് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. ഒരു 10 മണി കഴിഞ്ഞ സമയത്താ. നമ്മുടെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാർഗവൻ പിള്ളയുടെ നമ്പർ അറിയാനാ വിളിച്ചത്. അയാൾക്ക് പാർട്ടിയിൽ നല്ല പിടിപാടാണല്ലോ. അപ്പോഴാ പറയുന്നത് അവൻ തിരുവനന്തപുരത്തു നിന്നാ വിളിച്ചത്. അതേന്ന്. എന്നിട്ട് അവൻ തിരുവനന്തപുരത്ത് പോയ കാര്യം സതിയമ്മേനോട് പറഞ്ഞില്ലല്ലോ. അവരത് അറിഞ്ഞിട്ട് വേണ്ടേ പറയാൻ. ആരെ അറിയിക്കാതെയുള്ള യാത്രയായിരുന്നു. ഗതികേട് കൊണ്ട് എന്നെ വിളിച്ചപ്പ പറയേണ്ടി വന്നു.
ജോലി സംബന്ധമായ ഏതോ ആവശ്യത്തിനാ തലസ്ഥാനത്തേക്ക് പോയതെന്ന്. എന്താ അവന്റെ ജോലിക്ക് പ്രശ്നം? ടെസ്റ്റ് എഴുതി കിട്ടിയതല്ലേ? ഹാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ജോലിക്ക് പ്രശ്നമൊന്നുമില്ല. അതെ, പുതിയ വകുപ്പ് മന്ത്രിയെ കാണാനാ അവൻ പോയത്. ആ, സ്ഥലം മാറ്റമാണെന്ന് ഞാനങ്ങ് ഊഹിച്ചെടുത്തു. സ്ഥലം മാറ്റോ? ആ, അതിനു വേണ്ടി ശ്രമിക്കുക അവൻ. അത് ഇങ്ങോട്ടല്ല, തൃശ്ശൂരിൽ നിന്ന് അവന് പോണം. നമ്മുടെ നാട്ടിലേക്ക് വരാനും വയ്യ. മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വേണം. അത് തെക്ക് കുഴിത്തുറയായാലും വടക്ക് ബന്ധുടുക്കയായാലും ഓക്കെ. അതിന് കാരണം എന്താ ചോട്ടാ? രേണുക പറയാ എന്താണെന്ന്. പ്രമോഷനോടുകൂടി ആ ഹരിക്ക് തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയത്. അധികം നാളായിട്ടുമില്ല. നിയമപ്രകാരം നോക്കിയ ഉടനെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുകയില്ല. അവന് പക്ഷേ അവിടെ തുടരാൻ താല്പര്യവും ഇല്ല. എന്താ അവന്റെ മനസ്സിലെന്ന് പിടി കിട്ടുന്നില്ലല്ലോ ദൈവമേ. എനിക്ക് പിടികിട്ടി.